നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, LDC എക്സാമിനേഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് ക്വാളിഫിക്കേഷൻ ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പം ഇനിയും മുന്നോട്ട് LDC എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ്, ഈ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളത് നോക്കുകയാണ്. നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായോ, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണോ, എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. 2023 നവംബർ മാസം 30-ാം തീയതിയാണ് ലാസ്റ്റ് LDC നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 503/2023 കാറ്റഗറി നമ്പറിലാണ് ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്നത് വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ക്ലർക്ക് എന്ന തസ്തികയാണ്. അതിൽ ക്ലർക്ക് പോസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. 26,500 മുതൽ 60,700 വരെ ആയിരുന്നു അന്ന് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ക്വാളിഫിക്കേഷൻ പാസ് ഇൻ SSLC എക്സാം ഓർ എനി അതർ ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ എന്നുള്ളതായിരുന്നു യോഗ്യതയായിട്ട് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ യോഗ്യത ഇനി മാറിയിട്ട് +2 ഓർ ഇക്വലന്റ് എന്നുള്ള നിലയിലേക്ക് മാറാനായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു യോഗവും നടക്കാൻ പോകുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും സ്കെയിൽ ഓഫ് പേയിലും എന്തുണ്ടാവണം, വേരിയേഷൻ ഉണ്ടാവണം. കാരണം ഇത് 10th ക്വാളിഫിക്കേഷനുള്ള പേ ഓഫ് സ്കെയിലാണ്. അപ്പം അത് +2 നിലവാരമാകുമ്പോൾ സ്വാഭാവികമായിട്ടും +2 നിലവാരത്തിലുള്ള സ്കെയിൽ ഓഫ് പേയിലേക്ക് മാറണം. അതായത് ഒരു 30,000 റേഞ്ചിലേക്ക് സാലറിയിലും ഒരു മാറ്റം ഉണ്ടാവണം. അപ്പോൾ +2 നിലവാരമാകുമ്പോൾ സാലറിയിലും മറ്റ് ഇൻക്രിമെൻറ്റുകളിലും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ ഫൈനൽ വന്നാലേ, അപ്രൂവൽ വന്നാലേ അറിയുള്ളൂ. 28-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട, ഈ മാസം 28-ാം തീയതി ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുക. എന്നിരുന്നാലും അപ്പം +2 യോഗ്യതയായാൽ സാലറിയിലും ഒരു വ്യത്യാസം ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നോക്കിയേ, അപ്പോൾ +2 നിലവാരത്തിലേക്ക് മാറുന്നു. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്, ജില്ലാതല പരീക്ഷയാണ്. ഓരോ ജില്ലകളിലേക്കും സെപ്പറേറ്റ് ആയിട്ടാണ് പരീക്ഷ നടക്കുന്നത്. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പ്രായപരിധി ഉണ്ടായിരുന്നത് എങ്കിൽ അതിലും ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം പ്രകാരം 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു ജനറൽ കാറ്റഗറിയിലെ കുട്ടിയാണ് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു OBC ആണെങ്കിൽ 18 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് OBC കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ തന്നെ നിങ്ങൾ SC/ST ആണെങ്കിൽ 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള SC/ST കാറ്റഗറിയിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ കഴിയും, അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പം 3 കാറ്റഗറികൾ ഞാൻ പറഞ്ഞു. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ, OBC ആണെങ്കിൽ 18 വയസ്സ് മുതൽ 43 വയസ്സ് വരെ, SC/ST ആണെങ്കിൽ 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പം നിലവിൽ ആപ്ലിക്കൻസിന്റെ എണ്ണത്തിലും ഒരു വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാം. +2 നിലവാരത്തിലേക്ക് മാറുകയാണ്, സ്കെയിൽ ഓഫ് പേയിലും മാറ്റം ഉണ്ടാവുകയാണ്. അങ്ങനെ പല 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 മാറ്റങ്ങളും ഈ എക്സാമിനെ സംബന്ധിച്ചുണ്ടാകുന്നുണ്ട്. ഇനി മക്കളെ നോക്കിയേ, കഴിഞ്ഞ വർഷം ഇത് തിരുവനന്തപുരം ജില്ലയുടെ പോസ്റ്റിൽ എത്ര അഡ്വൈസുകൾ പോയി എന്നുള്ളതാണ്. നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് പ്രകാരം 1/8/2025 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ 143 അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത്. അതായത് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ എത്ര നാളാകുന്നു, റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏതാണ്ട് 10 മാസമാകുന്നു. ഓക്കെ, 10 മാസം 11 മാസത്തോളം ആകുന്നു. അതായത് അടുത്ത മാസം വരേണ്ടതാണ് അല്ലേ, 11 മാസമായി. അപ്പോൾ 11 മാസം കൊണ്ട് 143 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ഇനി 2 വർഷവും 1 മാസവുമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ആയിട്ടുള്ളത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിലെ 119 പോയിട്ടുണ്ട്. ആകെ നോക്കുകയാണെങ്കിൽ 1553 അഡ്വൈസുകളാണ് കേരളത്തിൽ മുഴുവൻ 14 ജില്ലകളിലേക്ക് നിലവിൽ പോയിട്ടുള്ളത്. 1553 അഡ്വൈസുകളാണ്. അതായത് ആകെ 11 മാസം കൊണ്ടാണ് ഇത്രയും പോയിട്ടുള്ളത്. ഇനി നമ്മുടെ മുൻപിൽ ഏതാണ്ട് 2 വർഷവും 1 മാസവും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുണ്ട്. കൂടുതൽ വേക്കൻസികൾ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ കുറേയധികം വേക്കൻസികൾ അവിടെ പോകാനും സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ? അപ്പം ഇത്രയും അഡ്വൈസുകൾ നമ്മുടെ മുന്നിൽ പോയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് മാറ്റങ്ങളും വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിയമനങ്ങളുടെ കാര്യവും ഞാൻ പറഞ്ഞു. ഇനി ചിലപ്പോൾ ഇതിനകത്തിൽ തന്നെ ക്വാളിഫിക്കേഷൻ മാറുന്നത് കൊണ്ട് +2 നിലവാരത്തിലേക്കുള്ള പരീക്ഷയാകുമ്പോൾ 10ന്റെയും +2ന്റെയും സിലബസിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നില്ല. സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്തെങ്കിലും ആഡാകുമോ എന്നുള്ളതും ഒരു കൺസിഡറേഷൻ ആണ്. പക്ഷേ സാധ്യത കുറവാണ്. സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഭാഗം തന്നെ ആയിരിക്കും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അപ്പോൾ ഇതാണ് 2026 വരാനിരിക്കുന്ന LD നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത് 2026 അവസാനത്തോട് കൂടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. കാരണം നമ്മുടെ മുന്നിലുള്ളത് വലിയൊരു അവസരമാണ്. 2025 റാങ്ക് ലിസ്റ്റ് വന്നത്.
2028 വരെയാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി. അപ്പോൾ 2028 പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഒരു ജോലി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരവസരം കൂടി LD വഴി നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ എത്ര സമയമുണ്ട് മക്കളെ? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2026 ജൂലൈ മാസമാണ് ആയിട്ടുള്ളത് അല്ലേ? നോട്ടിഫിക്കേഷൻ വരുന്നത് 2026 ഡിസംബർ ആണെന്ന് വിചാരിക്കുക. നവംബർ അല്ലെങ്കിൽ ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 മാസത്തെ കാലാവധി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ മുമ്പ് തന്നെ കിട്ടുകയാണ്. ഇനി നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നടക്കുന്നത് 2027 ഏതാണ്ട് ഒരു ജൂൺ മാസത്തോട് കൂടിയിട്ടൊക്കെ ആവും. അപ്പോഴും ഒരു 6 മാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1 വർഷമോ അതിന് അപ്പുറമോ പഠിക്കാൻ കൃത്യമായി സമയം കിട്ടുന്ന ഒരു പരീക്ഷയാണ് LD പരീക്ഷ. ഇതിന് വേണ്ടിയിട്ടുള്ള LDC പ്രൈം ബാച്ച് സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബേസിക്സിൽ നിന്ന് അഡ്വാൻസിലേക്ക് വരെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന, ബേസിക്സിൽ നിന്ന് അഡ്വാൻസ് വരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ കഴിയുന്ന ഒരു ബാച്ചാണ് LDC പ്രൈം ബാച്ച്. LDC പ്രൈം ബാച്ച് മെൻറ്റർഷിപ്പ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ്. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് തരാനായിട്ടൊരു മെൻറ്റർ നിങ്ങളുടെ കൂടെ തന്നെ കാണും. ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ബാച്ചിൽ കിട്ടുന്നത് കൃത്യമായിട്ട് മക്കളൊന്ന് മനസ്സിലാക്കി വെച്ചോടാം. എന്തൊക്കെയാണ് ഈ ബാച്ചിൽ നിന്ന് കിട്ടാൻ പോകുന്നത് മക്കളെ? പ്രധാനമായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ക്ലാസ്സുകളാണ്. നമുക്കറിയാം നോർമലി എല്ലാവരും തരും. പക്ഷെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകളിൽ ഏതാണ്ട് ഒരു 60% റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും. അതിൻ്റെ കാരണം മക്കളെ, നിങ്ങൾ 1 മിനിറ്റിനും വാല്യൂ ഉണ്ട്. നിങ്ങൾ തരുന്ന 1 മിനിറ്റിനും. നമ്മൾ ലൈവ് ക്ലാസ്സുകളാണെങ്കിൽ പല കുട്ടികളുടെയും സംശയങ്ങൾ തീർത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് കഥകളൊക്കെ പറഞ്ഞ് 1 മണിക്കൂറിൻ്റെ ക്ലാസ് ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടുക. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് 1 മണിക്കൂറിൻ്റെ ക്ലാസ് ആണെങ്കിൽ പ്യുവർലി 1 മണിക്കൂറും നിങ്ങൾക്ക് ക്ലാസ്സിന് വേണ്ടിയിട്ട് തന്നെ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റിന് വേണ്ടി തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് എവിടെയാണ് നടക്കുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് വെച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസിലൂടെ ഉദ്ദേശിക്കുന്നത് പരമാവധി ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. കാരണം നിങ്ങൾ എഴുതാൻ പോകുന്നത് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണ്. എത്രത്തോളം നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യുന്നോ അത്രത്തോളം ബെറ്റർ ആവും. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടുള്ള വഴിയുണ്ട്. ഇത് വൈകുന്നേരം സാധാരണഗതിയിൽ 5 മണിക്ക് ശേഷം, 5 മണിക്ക് ആഫ്റ്റർ 5 PM ആയിരിക്കും ഈ ക്ലാസ്സുകളൊക്കെ നടക്കുക. ക്ലാസ് തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അധ്യാപകർ നേരിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് എടുത്തു തരും. മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ നോട്ട്സ് ആണ്. നമ്മുടെ നോട്ട്സ് മക്കളെ പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന PDF ആയിട്ട് നിങ്ങൾക്ക് തരും. പക്ഷെ പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന നോട്ടാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടാണ്. കാഴ്ച പറയുന്ന കാര്യങ്ങളും എക്സ്ട്രാ പോയിന്റ്സും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് നോട്ടാണ്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൂടാതെ തന്നെ പരമാവധി ഡെയിലി ബേസിസിലുള്ള ടോപ്പിക് എക്സാമുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അതിനോടൊപ്പം തന്നെ വീക്ക്ലി നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കാനായിട്ടുള്ള വീക്ക്ലി എക്സാമുകൾ നടക്കും. ദെൻ ഇതും പോരാഞ്ഞിട്ട് മക്കളെ പ്രോപ്പർ ആയിട്ടുള്ള മെന്റർ സപ്പോർട്ട്. നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ എവിടെ വരെയായി പഠിത്തം എന്നുള്ള കാര്യം നിങ്ങളെ വിളിച്ച് കൃത്യമായിട്ട് ചോദിക്കും. മാസത്തിൽ 1 തവണയെങ്കിലും നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാനായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. ഞങ്ങളുടെയൊക്കെ നമ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാച്ചാണ് LDC പ്രൈം ബാച്ച്. 2499 രൂപ മാത്രമാണ്. എക്സാം വരെ നിങ്ങൾക്ക് വാലിഡിറ്റി കിട്ടും. എക്സാം എന്നാണോ അന്ന് വരെ, അതായത് ഒരു 1.5 വർഷം കഴിഞ്ഞാണ് എക്സാം എങ്കിൽ അന്ന് വരെ, 2 വർഷം കഴിഞ്ഞാണ് എക്സാം എങ്കിൽ അന്ന് വരെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ അവൈലബിലിറ്റി കിട്ടും. 2499 രൂപ മാത്രമാണ് ബാച്ചിന്റെ ഫീ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത് പഠിച്ചോണേക്കോടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8281223366 ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 8281223366 പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. എത്രയും പെട്ടെന്ന് പഠിച്ചോണേക്കോ, നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ കാണണമെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ പറയുന്ന 8281223366 പറഞ്ഞ നമ്പറിലോട്ട് വിളിച്ചോടാം. എന്നിട്ട് നിങ്ങൾ ഡെമോ ക്ലാസ് കണ്ട് നോട്ട് കണ്ട് മാത്രം ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പം നമുക്ക് ക്ലാസ്സിൽ കാണാം. അടിപൊളിയായിട്ട് പഠിച്ചു പോക്കോ മക്കളെ. ഓൾ ദി ബെസ്റ്റ്.